അപ്പോൾ നമ്മൾ ഇന്നലെ ഇത് പരിചയപ്പെടുത്തിയിരുന്നു. ഇതാണ് W1209 എന്ന് പറഞ്ഞ ഇൻക്യൂബേറ്റർ മൊഡ്യൂള്. അപ്പോൾ ഇതിൻ്റെ കണക്ഷൻസ് ആണ് ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കേട്ടോ. നല്ല പാരാമീറ്റേഴ്സ് ഒക്കെ സെറ്റ് ചെയ്യുന്നത് നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കാണാത്തവർ കാണാം, നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് വീഡിയോ. അപ്പോൾ ഞാനിന്ന് യൂസ് ചെയ്തേക്കുന്നത് 12 വോൾട്ട് തന്നെയാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്തേക്കുന്ന ഈ LED എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം വാട്ടേജ് എടുക്കത്തില്ല, പക്ഷേ നന്നായിട്ട് ഹീറ്റ് ആവുകയും ചെയ്യും. അപ്പോൾ ഈ LEDകൾക്ക് സ്ട്രിപ്പിന് ഒരെണ്ണത്തിന് 15 രൂപ വെച്ചാണ് വരുന്നത്. 3 എണ്ണത്തിൻ്റെ ഒരു സ്ട്രിപ്പാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ പുറകിൽ തന്നെ സ്റ്റിക്കറുകളും ഉണ്ടാവും. അപ്പോൾ നമുക്കിത് ഒരു തെർമോക്കോളിൻ്റെ ബോക്സിൽ പല ഭാഗങ്ങളിലായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഞാൻ ആ സെൻസർ, ടെമ്പറേച്ചർ സെൻസർ നേരെ ഈ LEDകളുടെ ഇടയിൽ വെക്കുന്നുണ്ട്. അപ്പോൾ ടെമ്പറേച്ചർ കൂടുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾ നോക്കിക്കോളൂ, ഏകദേശം 37.5 ആകുമ്പോൾ തന്നെ ഇതിൻ്റെ റിലേ കട്ട് ഓഫായി നമ്മുടെ ലൈറ്റ് ഓഫ് ആവുന്നതാണ്. ഇതിൻ്റെ കണക്ഷൻസ് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. നിങ്ങൾ ഈ വീഡിയോ ശ്രദ്ധിച്ചൊന്ന് കാണാം. അപ്പോൾ ഒന്ന് വീഡിയോ സ്പീഡ് ആക്കുവാണേ. ഏകദേശം 37.5 തന്നെ നമ്മുടെ റിലേ കട്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ലൈറ്റ് ഓഫ് ആയും ചെയ്തു. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും, നമ്മൾ ആ സെൻസർ റിലീസ് ചെയ്യാണ്. ഏകദേശം 37 ആകുമ്പോൾ തന്നെ തിരികെ നമ്മുടെ റിലേ ഓൺ ആയിട്ട് ലൈറ്റ് കത്തുന്നതാണ് കണ്ടോ. നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത് 0.5 ആണ് ഡിഫറൻസ് ആയിട്ട് സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ റേഞ്ചിലെത്തുമ്പോൾ നമ്മുടെ LED തെളിയുന്നതാണ് കേട്ടോ. ഞാൻ തിരികെ ഒന്നുകൂടി വെച്ച് കാണിച്ചു തരാം നിങ്ങളെ. വീഡിയോ സ്പീഡ് ആക്കുവാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പിന്നെയും കട്ട് ഓഫ് ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ തെർമോക്കോളിൻ്റെ ബോക്സിലാണ് നമ്മൾ ഇൻക്യൂബേറ്റർ ഉണ്ടാക്കുന്നതെങ്കിൽ അതിനകത്ത് ഇതേപോലെ ഒരു 37.5 എന്നൊരു ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇതേപോലെ സെറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ. 37.5 സെറ്റ് ചെയ്താൽ മാത്രമേ നമ്മുടെ എഗ്ഗ് വിരിയുള്ളൂ. അപ്പോൾ നമ്മൾ ഇതിനകത്ത് പഴയ ഫിലമെൻറ്റ് ബൾബ് ഉപയോഗിക്കാതെ ഈ LED ബൾബ് ഉപയോഗിച്ചതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മഴക്കാലമായ കാരണം തന്നെ കറണ്ട് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ഇപ്പോൾ നമ്മളുടെ വീട്ടിൽ UPS ഇൻവേർട്ടറൊക്കെ ഉപയോഗിക്കുന്നതാണെങ്കിൽ അതിനകത്ത് ഈ ഫിലമെൻ്റ് ബൾബ് ഇട്ട് കഴിഞ്ഞാൽ നിസ്സാര സമയത്ത് മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ LEDകൾ ഉപയോഗിക്കുകയാണെങ്കിൽ അധികം വാട്ടേജും വരില്ല, നന്നായിട്ട് ഹീറ്റും ഉണ്ട്. അത്യാവശ്യം നമ്മുടെ എഗ്ഗ് വിരിയാനുള്ള ഹീറ്റ് ഉണ്ട്. ഇതിൻ്റെ കോമ്പിനേഷനായിട്ട് ഒരു 5-8 സ്ട്രിപ്പായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഒരുപാട് മുട്ടകൾ വിരിക്കാൻ പറ്റും. 2 ഭാഗത്തായിട്ട് വെച്ച് കൊടുത്താൽ മതി. നമ്മളപ്പോൾ ഈ എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ പോകുന്നത് ഈ LEDകൾ കൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഈ പ്രാവശ്യം വെറൈറ്റിക്കായിട്ടൊന്നും ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചാണ്. കഴിഞ്ഞ വർഷം നമ്മൾ ചെയ്തായിരുന്നു, പക്ഷേ മുട്ട വിരിയാറായപ്പോഴേക്കും നമ്മുടെ ഇൻക്യൂബേറ്റർ പവറപ്പ് ചെയ്യാൻ പറ്റിയില്ല. മഴ വന്ന കാരണം 3-4 ദിവസം കറണ്ട് ഉണ്ടായില്ല. അങ്ങനെ ആ മുട്ടകൾ കേടായി പോവുകയാണ് ചെയ്തത്. ഉള്ളിൽ പകുതിക്ക് വിരിഞ്ഞ കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ പ്രാവശ്യം നന്നായിട്ടുള്ള രീതിയിൽ കറണ്ട് പോയാലും അധികം നേരം കിട്ടുന്ന രീതിയിൽ വർക്ക് ചെയ്യിക്കുന്ന സെറ്റപ്പാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഗ്രാമപ്രദേശത്താണ് ജീവിക്കുന്നതെങ്കിൽ ഇതുപോലുള്ള സെറ്റപ്പ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് കറണ്ടിൻ്റെ ലോഡ് അധികം വരെയില്ല, അത്യാവശ്യം വെട്ടവും കുറവായിരിക്കും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കണക്ഷൻസ് എങ്ങനെയാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടത് ആകെ 12 വോൾട്ട് 3 ആംപിയറിൻ്റെ സപ്ലൈ അല്ലെങ്കിൽ 5 ആംപിയറിൻ്റെ സപ്ലൈ നമുക്ക് ഉപയോഗിക്കാം. ഇതിൻ്റെ കണക്ഷൻ വളരെ സിമ്പിളാണ്. നമ്മൾ 12 വോൾട്ട് കൊടുക്കാം, എന്നിട്ട് അതിൽ നിന്ന് തന്നെ അതിൻ്റെ ഗ്രൗണ്ടും നമ്മുടെ LEDയുടെ ഗ്രൗണ്ട് ലൂപ്പ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ പ്ലസ് 12 വോൾട്ടിൽ നിന്ന് നമ്മളൊരു ചെറിയ വയർ കഷ്ണം ഉപയോഗിച്ചിട്ട് നേരെ K1ലേക്ക് കൊടുക്കാം. എന്നിട്ട് K0യിൽ നിന്നാണ് നമ്മുടെ LEDയുടെ പ്ലസിലേക്ക് കൊടുക്കുന്നത്. എത്ര ഉള്ളൂ കണക്ഷൻ. അപ്പോൾ നമ്മുടെ റിലേയിൽ എന്താണ് സെറ്റ് ചെയ്യുന്നത് അതിനനുസരിച്ച് നമ്മുടെ LED ഓണായോ ഓഫായും കളിക്കും. ഇതുപോലെ ഡബിൾ സൈഡ് ടേപ്പ് വരുന്നുണ്ട് LEDയുടെ പുറകിൽ, നമുക്ക് ആവശ്യമുള്ളവർ തൊട്ടിച്ച് വെക്കാം. നമ്മൾ തെർമോക്കോൾ പെട്ടിക്കകത്ത് ഹ്യൂമിഡിറ്റി നിർത്താനായിട്ട് വെള്ളം വെക്കാറുണ്ട്. അപ്പോൾ വെള്ളം വെച്ചാലും അത് വീണ് LED കേടാകുകയില്ല. ബൾബാണെങ്കിൽ പൊട്ടിപ്പോകുന്നുള്ള പേടിക്കാൻ വേണം. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു എപ്പിസോഡിൽ ബാക്കിയായിട്ട് കാണാം. ബൈ ബൈ.